ഡെസേർട്ടിന്റെ പർദീസ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ബീരബാനെ പറയാം. അത്രയും മനോഹരമായ ഡെസേർട്ട്സും ഐസ്ക്രീമുകളാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ വിചാരിച്ചൊന്നൊരു ഡെസേർട്ട് കഴിക്കാം. സമയം 12:30 നമ്മൾ വിചാരിച്ചു നമുക്കാണ് ഭ്രാന്തുള്ളതെന്ന്. അവിടെ ചെന്നപ്പോലെ മനസ്സിലായി നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്താണ്. എന്താ തിരക്ക് കടയില്. ഈ മെനു നമുക്ക് സ്കാൻ ചെയ്താൽ ഇംഗ്ലീഷിലുള്ളത് കിട്ടുന്നുണ്ടോ. അവിടെ ക്യൂവിലൊരു 15-20 മിനിറ്റെങ്കിലും നമ്മളവിടെ ക്യൂവിൽ നിന്നിട്ടുണ്ട്. അന്യായ ക്യൂ ആയിരുന്നു. പിന്നെ സാധനങ്ങൾ ബില്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരുന്നു ഒരു പാഴ്സൽ നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. അവിടെ ഡൈനിങ് ഇല്ല, നമുക്ക് ഓൾറെഡി പാഴ്സലാണ് കിട്ടുള്ളൂ. പിന്നെ ഇത് അവിടുത്തെ ഐസ്ക്രീമിന്റെ സെക്ഷനാണ്. ഐസ്ക്രീമുകളൊക്കെ അടിപൊളിയാണ്. സൂപ്പർ ഐസ്ക്രീം. പിന്നെ എല്ലാം നമുക്കൊന്ന് ട്രൈ ചെയ്യണം അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മൊത്തം 3 ഐറ്റംസ് ആണ് പറഞ്ഞത്. ഒരു ഫ്രൈഡ് ഐസ്ക്രീം, അതിന് 2 ഡിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കൊഷേരി ലോട്ടസ് ആൻഡ് പിസ്താഷ്യോ ഒരു സാധനവും, പിന്നെ റൈസ് കേക്ക് വിത്ത് മാംഗോ. ഇത് കൊഷേരി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ് കേട്ടോ. കൊഷേരിയിൽ അടിയിൽ മിൽക്ക് ബേസും വരുന്നുണ്ട്. പിന്നെ ഒരു ഡോ ഇട്ടിട്ട് പിന്നെ അതിൽ കുറച്ച് പാലും പിന്നെ അതിന്റെ മുകളിൽ ഫില്ലിങ്സ് ആണ് അവർ തന്നത്. അങ്ങനെ നമ്മുടെ പാഴ്സലുകളൊക്കെ റെഡിയായി. നമുക്ക് കഴിക്കാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് ഒന്ന് കിട്ടിയാൽ മതി, ഒന്ന് വേഗം താഴെ പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് സാധനം മേടിച്ചു നേരെ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് പുറത്താണ് കഴിക്കാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങി അവിടെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കൊഷേരി ലോട്ടസ് ആൻഡ് പിസ്താഷ്യോ ഓപ്പൺ ചെയ്യാണ്. കാണാൻ തന്നെ അടിപൊളി. ഇത് പിന്നെ ഒരു 3 പേർക്കൊക്കെ അറ്റ്ലീസ്റ്റ് കഴിക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പറയുന്നത് 3 പേർക്ക് കഴിക്കും. ആദ്യത്തെ ഒരു ഡിപ്പ് എടുത്ത് വായിൽ വെച്ചു. സൂപ്പർ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തത് ഫ്രൈഡ് ഐസ്ക്രീം ഓപ്പൺ ചെയ്തു. കണ്ടാൽ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചണ പോലെ ഉണ്ട്. ഇത് 2 ഡിപ്പും കോമഡിയാ. ഒന്ന് പിസ്താഷ്യം, ഒന്ന് ലോട്ടസും ആണ്. നമ്മൾ പറഞ്ഞു ഒന്ന് നമ്മുടെ നാട്ടിലെ ചട്നിയൊക്കെ പോലെ ഇരിക്കണേന്ന് പറഞ്ഞു. എല്ലാവരും അതൊക്കെ മുക്കി കഴിച്ചു. അങ്ങനെ ഞാനും പിസ്താഷ്യോ ഫ്ലേവറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ബൈറ്റ് എടുത്തു. അടിപൊളി. എന്താ ടേസ്റ്റ്. ആ തണുപ്പും ആ പിസ്താഷ്യോന്റെ ഒക്കെ ഫ്ലേവറിൽ നല്ല രസം. അത് ഞാൻ ലോട്ടസിലും ഡിപ്പ് ചെയ്തിട്ട് അതും ഒരെണ്ണം കഴിച്ചു. ആ മാംഗോ ഡെസേർട്ടിന്റെ ഇത് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും പിന്നെ പോന്നു.